വെറും 7 ദിവസം ഇൻസ്റ്റഗ്രാമിൽ 2 കോടി ഫോളോവേഴ്സ്, ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും നിഷ്പ്രഭരാക്കി സോഷ്യൽ മീഡിയ കീഴടക്കിയ കോക്രോച്ച് പാർട്ടി. ഈ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി കേൾക്കുമ്പോൾ തമാശയായി നമ്മൾ ആദ്യം തള്ളിക്കളഞ്ഞു. എന്നാൽ കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അക്കൗണ്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അദൃശ്യമായ വിദേശ കൈകളാണ്. ഈ പാറ്റകളുടെ യഥാർത്ഥ ആസ്ഥാനം പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ സൈബർ സുരക്ഷാ ഏജൻസികളെയും കേന്ദ്ര സർക്കാരിനെയും ഒരുപോലെ വിറപ്പിച്ച കഴിഞ്ഞ 72 മണിക്കൂറായി രാജ്യം ചർച്ച ചെയ്യുന്ന ആ വലിയ രഹസ്യം, നമ്മുടെ IB പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെ സത്യമാണോ? ഒരു സാധാരണ ട്രോൾ മീം അക്കൗണ്ടിൽ നിന്നും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നിലയിലേക്ക് CJP വളർന്നത് എങ്ങനെ? അപ്പോൾ ഈ സത്യത്തിന് പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം ആരാണ്? നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇതിൻ്റെ വേരുകൾ. ഇന്ത്യയെ പിടിച്ചുകൊലുക്കുന്ന ഈ രാഷ്ട്രീയ വിവാദത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇതിൻ്റെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത് അവിശ്വസനീയമായിട്ടുള്ള ചില വസ്തുതകളാണ്. നിങ്ങൾക്കറിയാം എങ്കിൽ കൂടി ഞാൻ ആദ്യം തന്നെ ഈ പേര് വന്നത് തൊട്ട് തുടങ്ങാം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചു എന്ന രീതിയിൽ പ്രചരിച്ചൊരു വാർത്തയാണ് ഇതിന് തുടക്കം. തമാശ രൂപേണ തുടങ്ങിയ ഒരു പാരഡി അക്കൗണ്ട് അല്ലെങ്കിൽ ട്രോൾ മീം അക്കൗണ്ട് നിമിഷ നേരം കൊണ്ട് ഒരു പ്രസ്ഥാനമായി മാറി. പക്ഷേ വെറും ഒരാഴ്ച കൊണ്ട് 20 മില്യൺ ഫോളോവേഴ്സ് എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയാണോ? ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJPയെ പോലും സോഷ്യൽ മീഡിയയിൽ മറികടന്ന CJPയുടെ കുതിപ്പ് ഡിജിറ്റൽ ലോകത്തെ വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. പൂനെ സ്വദേശിയും നിലവിൽ അമേരിക്കൻ താമസക്കാരനുമായ അഭിജിത്ത് ദീപ്കെ എന്ന യുവാവാണ് ഇതിൻ്റെ സ്ഥാപകനെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം തന്നെയാണ് കൂടുതലും ഇതിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്താറുള്ളത്. എന്നാൽ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയൊരു തരംഗം ഒറ്റയ്ക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ? അതോ ഇതിന് പിന്നിൽ വൻതോതിലുള്ള പണമൊഴുക്കും IT സെല്ലുകളും പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് തന്നെ വേണം ആ പേജ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവാദം ആളിക്കത്തുന്നത് BJP യുവമോർച്ച ജനറൽ സെക്രട്ടറി തജീന്ദർ ബഗ്ഗ പുറത്തുവിട്ട ഒരു ഡാറ്റയോടെയാണ്. CJPയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ കീറി മുറിച്ചുള്ള പരിശോധനയിൽ കണ്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ബഗ്ഗയുടെ അവകാശവാദം അനുസരിച്ച് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. പാകിസ്ഥാൻ 49% ഫോളോവേഴ്സാണ് പാകിസ്ഥാനിൽ നിന്നുമുള്ളത്. US-ഉം ബംഗ്ലാദേശും 28%, ഇന്ത്യയിൽ നിന്ന് വെറും 9% മാത്രം. ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ യുവാക്കളുടെ പ്രശ്നം സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ 50%-ഓളം അനുയായികൾ നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നിലകൊള്ളുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടി എന്ത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ജനതാ പാർട്ടിയാണോ എന്ന ഗൗരവമേറിയ ചോദ്യമാണ് BJP ഉയർത്തുന്നത്. മറ്റൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ പിന്നാലെ ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ പുറത്തുവിട്ടൊരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. അത് തീർച്ചയായും വ്യാജമാണെന്ന് നമുക്കതിൽ നിന്നും ഉറപ്പിക്കാം. എന്തായാലും പ്രീതി ഗാന്ധിയെ പോലെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ്: നിങ്ങളുടെ ഓഡിയൻസ് പാകിസ്ഥാനിലാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ ഭൂതകാലം പരിശോധിക്കുമ്പോൾ ദുരൂഹതകൾ ഏറുകയാണ്. ഇദ്ദേഹം മുൻപ് ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ചിരുന്ന ആളാണ്. അവരുടെ സോഷ്യൽ മീഡിയ കൺവീനറൊക്കെ ആയിരുന്നു. എന്നാൽ അതിനേക്കാൾ ഭീകരമായ മറ്റൊരു ആരോപണം ഇദ്ദേഹത്തിനെതിരെയുണ്ട്. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്ത് പാകിസ്ഥാൻ അനുകൂല നറേറ്റീവുകൾ പ്രചരിപ്പിച്ചുവെന്നും വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചുവെന്നും ആരോപിച്ച് ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററി അഥവാ LRO ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരുന്നു. ISI ഏജന്റാണ് ദീപ്കെ എന്ന ആരോപണം വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശക്തമാണ്. എന്തുകൊണ്ടാണ് ഒരാഴ്ച കൊണ്ടുണ്ടായ ഒരു അക്കൗണ്ടിന് വേണ്ടി ഇത്രയധികം വിദേശ പ്രൊഫൈലുകൾ ആവേശഭരിതരാകുന്നത്? ഇത് ബോട്ട് അക്കൗണ്ടുകളാണോ? അതോ ബോധപൂർവം ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കാനായി വിദേശ ശക്തികൾ സ്പോൺസർ ചെയ്ത ഒരു മൂവ്മെൻ്റ് ആണോ? അതായത് നമ്മൾ നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ കണ്ടതാണ് US-ൻ്റെ കൈകൾ കൊണ്ട് യുവാക്കളെ ഇളക്കിക്കൊണ്ട് രാജ്യത്തിനെതിരെ ഒരു തരംഗം സൃഷ്ടിക്കുക എന്നത്. എന്തായാലും കാര്യങ്ങൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒതുങ്ങുന്നില്ല. വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. വ്യാഴാഴ്ച CJPയുടെ ഔദ്യോഗിക X അതായത് ട്വിറ്റർ ഹാൻഡിൽ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ദേശീയ സുരക്ഷ മുൻനിർത്തി ഇന്റലിജൻസ് ബ്യൂറോ IB നൽകിയ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. വെറുമൊരു തമാശ പാർട്ടി ആണെങ്കിൽ എന്തിനു വേണ്ടിയാണ് IB ഇടപെടുന്നത്? എന്താണ് ഈ അക്കൗണ്ടിൻ്റെ ആഴങ്ങളിൽ ഇവർ കണ്ടെത്തിയത്? ഇപ്പോൾ തുടങ്ങും ഇത് സംഘികളുടെ പരിപാടിയാണ്, ഇത് BJPയുടെ പരിപാടിയാണ്. എന്നാൽ രാജ്യസുരക്ഷ എന്താണെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ബ്ലോക്ക് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കോക്രോച്ച് ഇസ് ബാക്ക് എന്ന പേരിൽ പുതിയ അക്കൗണ്ട് വരുന്നുണ്ട്. അവിടെയും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് മിനിറ്റുകൾക്കുള്ളിൽ എത്തുന്നു. മഹുവ മൊയ്ത്രയും പ്രശാന്ത് ഭൂഷണെയും പോലെയുള്ള പ്രമുഖർ ഈ അക്കൗണ്ടിനെ പിന്തുണയ്ക്കുന്നു എന്നത് വിഷയത്തിൻ്റെ രാഷ്ട്രീയമാനം വർദ്ധിപ്പിക്കുകയാണ്.
ആരോപണങ്ങൾ ശക്തമായപ്പോൾ അഭിജിത്ത് ദീപ്കെ സ്വന്തം നിലയിൽ കണക്കുകളൊക്കെ പുറത്തുവിട്ടു. തന്റെ ഫോളോവേഴ്സിൽ 94% ഇന്ത്യക്കാരാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. തജീന്ദർ ബഗ്ഗയുടെ കണക്കുകൾ തെറ്റാണെന്നും അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ BJP IT സെൽ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇവിടെയാണ് യഥാർത്ഥ സസ്പെൻസ് ഉള്ളത്. ഒന്നാമത്, ഇൻസ്റ്റഗ്രാം ഡാറ്റ അനുസരിച്ച് കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ ഉടമയ്ക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ എന്നൊക്കെ പറയുന്നു. രണ്ടാമത്, അതേസമയം തന്നെ തേർഡ് പാർട്ടി ടൂളുകൾ ഉപയോഗിച്ച് ബാഹ്യമായി പരിശോധിക്കുമ്പോൾ അവിടെ കിട്ടുന്ന കണക്കുകൾ പലപ്പോഴും വ്യാജ അക്കൗണ്ടുകളെ, അതായത് ബോട്ട്സിനെയൊക്കെ സൂചിപ്പിക്കാറുണ്ട്. CJPയുടെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ കയറി നോക്കിയാൽ കാണുന്ന ഭൂരിഭാഗം പ്രൊഫൈലുകളും വിദേശ പേരുകളിലുള്ളതും അതുപോലെ ചിത്രങ്ങളിലുള്ളതുമാണെന്ന് പല സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും അതുപോലെ തന്നെ പല ഇൻഫ്ലുവൻസേഴ്സും കാണിക്കുന്നുണ്ട്. അവർ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് തെളിയിക്കുന്നത്. 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ ലൈക്കുകൾ മാത്രമാണ് കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു പേജിന് ലഭിക്കുന്നത്. ഇതും ഈ നമ്പർ ഗെയിമിലെ കള്ളത്തരം വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ആ പേജ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. തൊഴിലില്ലായ്മ, പരീക്ഷ തട്ടിപ്പുകൾ തുടങ്ങി ഗൗരവമേറിയ വിഷയങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുന്നു എന്ന വ്യാജേന ഇന്ത്യൻ യുവാക്കളെ തെറ്റായ പാതയിലേക്ക് നയിക്കുകയാണോ CJP ചെയ്യുന്നത്? ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതായത് ആക്ഷേപഹാസ്യത്തിന്റെ മറവിൽ വിഘടനവാദവും വിദേശ അജണ്ടകളും കുത്തിവെക്കപ്പെടുന്നുണ്ടോ? യുവാക്കളെ സ്വാധീനിക്കുക, അതും ഇൻസ്റ്റഗ്രാമിലൂടെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പലപ്പോഴും ജൻസികളൊക്കെയാണ്, അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗം വരുന്ന യുവാക്കളുടെ വികാരം ചൂഷണം ചെയ്യാൻ വിദേശ ഏജൻസികൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം സോഷ്യൽ മീഡിയ ആണ്, ഇൻസ്റ്റഗ്രാമാണ്. CJPക്ക് പിന്നിലെ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്താൻ ദീപ്കെ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ അസ്ഥിരതപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു നീക്കമാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പോരാട്ടം വെറും BJPയും CJPയും തമ്മിലുള്ളതല്ല. ഇത് ഡിജിറ്റൽ യുഗത്തിലെ ഇൻഫർമേഷൻ വാർഫെയർ ആണ്. ഇത് നമ്മുടെ രാജ്യസുരക്ഷയുടെ ഭാഗമാണ്, യുവാക്കളുടെ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റയും നമ്മുടെ വികാരങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് ഇരിക്കുന്നവർക്ക് കളിപ്പാട്ടമായി മാറരുത്. സ്വന്തം തലച്ചോറ് ഉപയോഗിച്ചെല്ലാം ചിന്തിക്കാൻ പഠിക്കുക. CJPയുടെ ഫോളോവേഴ്സിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന ആരോപണം ശരിയാണെങ്കിൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഡിജിറ്റൽ കടന്നുകയറ്റം തന്നെയാണ്. പാകിസ്ഥാൻ മാത്രമല്ല, ബംഗ്ലാദേശികളും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഫ്ലാഗ് ഉപയോഗിച്ച് ഫോളോവേഴ്സ് ലിസ്റ്റിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകാം. ഒരു പാരഡി പാർട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ദേശീയ സുരക്ഷ ഭീഷണി എന്ന ലേബൽ കിട്ടിയതെന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അഭിജിത്ത് ദീപ്കയുടെ പാക് ബന്ധത്തെക്കുറിച്ചും ഈ പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും പുറത്തു വരുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് കരുതുന്നു? ഈ കോക്രോച്ച് ജനതാ പാർട്ടി വെറും ഒരു തമാശയായി തള്ളിക്കളയാൻ സാധിക്കുമോ? അതോ കൃത്യമായ അജണ്ടയുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണോ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.